എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്വാദിഷ്ടമായ കൊഴുവ മുളകിട്ടതാണ്. ഇതേ ഒരു രീതിയിലാണ് കറി തയ്യാറാക്കുന്നതെങ്കിൽ 2-3 ദിവസമൊക്കെ ഒരു തരി പോലും കേടാവാതെ കറി സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇനി ആദ്യമായിട്ട് കറി പാചകം ചെയ്യുന്ന കൂട്ടുകാർക്കും ഇതുവരെയും മുളകിട്ട മീൻകറി തയ്യാറാക്കി എടുക്കാൻ അറിയില്ലാത്ത കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോയും വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. ഇങ്ങനെയുള്ള ചെറുമീനൊക്കെ കറി തയ്യാറാക്കുമ്പോൾ ഒരു 2 മിനിറ്റ് പോലും വേണ്ട ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ടും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം കറി തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമാണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് എളുപ്പത്തിലും കൊഴുവമീൻ മുളകിട്ട കറി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് കൊഴുവ മീൻ മുളകിട്ടത് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ അളവിലാണ് കൊഴുവ എടുത്തിട്ടുള്ളത്. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് 1/2 കിലോ അളവ് കിട്ടിയിട്ടുള്ളത്. കൊഴുവ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ആ ഒരു വെളുത്ത ഭാഗമൊക്കെ എടുത്ത് കളയേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ഈ മീനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ മറ്റുള്ള ചേരുവകൾ കൂടെ എടുത്തു വെക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 3 ബോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കൂടെ തന്നെ 3 പച്ചമുളകും. ഇനി വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഇനി ഇതിന്റെ തോലെല്ലാം ഒന്ന് വൃത്തിയാക്കിയതിനു ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് വെക്കാം. ഇനി കറിക്കാവശ്യമായ കുടംപുളി നല്ലതുപോലെ ഒന്ന് കഴുകിയതിനു ശേഷം കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്ത് വെക്കാം. കുടംപുളിയൊക്കെ നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്തിയെടുക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിലാണ് നമുക്ക് കറിയിലേക്ക് പുളി ഇറങ്ങി കിട്ടുന്നതും. ഇത്രയും കാര്യങ്ങളൊക്കെ ആകിയാൽ പിന്നെ നമുക്ക് ഉടൻ തന്നെ കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുന്ന സമയം കൊണ്ട് കറിക്ക് ആവശ്യമായ പൊടികളൊന്ന് എടുത്ത് വെക്കാം. 2 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1 നുള്ളു ഉലുവപ്പൊടി കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെയും ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തി വെക്കാം. ഇപ്പോൾ നമ്മുടെ ചട്ടിയും ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ 2-3 ഉലുവ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ ഇപ്പോൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ് ചേർക്കുന്നത്. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലതുപോലെ ഒന്ന് ഇളക്കി മൊരിയിച്ചെടുക്കണം. വഴറ്റുന്ന ചേരുവകള് നല്ലോണം മുരിഞ്ഞു കിട്ടുന്നതിനായിട്ട് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മുരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതേ ഒരു പാകത്തിലേക്കാണ് വഴറ്റിയെടുക്കേണ്ടത്. ഈ ഒരു പാകമായാൽ നമ്മൾ നേരത്തെ തന്നെ നനച്ചു വെച്ചിട്ടുള്ള മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതും. മുളക് പൊടി നനച്ചു വെച്ചതിന് ശേഷം കറിയിലേക്ക് ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുളക് പൊടി കരിഞ്ഞു പോകുന്നത് വളരെ തന്നെ ഒഴിവാക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ മുളക് പൊടിയും കൂടി ചേർത്ത് വീണ്ടും നല്ലോണം തന്നെ ഒന്നും കൂടെ മുരിയിച്ചെടുക്കാം. മുളക് പൊടി മുരിഞ്ഞ് നല്ല ഉരുണ്ടു വരുന്ന പാകത്തിലേക്കായി വരും. അതുവരെയും നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റുന്ന മുളകൊക്കെ നല്ലപോലെ മുരിഞ്ഞു വരുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ മുളകിന്റെ കുത്തൽ കൊണ്ട് നമുക്ക് കറി കഴിക്കാൻ പറ്റാതെയായി വരികയും ചെയ്യും. മുളക് മൂപ്പിച്ച് കറി തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് ഈ കറി ഒരു 2-3 ദിവസത്തേക്ക് പുറത്ത് തന്നെ വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതും. വഴറ്റുന്ന മുളക് പൊടിയിലേക്ക് കുറച്ചുകൂടെ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മുളക് പൊടിയൊക്കെ ഇതുപോലെ ഒന്ന് വഴണ്ടും വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ളൊരു പാകം. മുളക് പൊടിയൊക്കെ മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ നല്ല പോലെ തന്നെ തെളിഞ്ഞു വരും. ചട്ടിയുടെ നടുഭാഗത്തേക്ക് തന്നെ എല്ലാം കൂടെ ഉരുണ്ട് വരികയും ചെയ്യും. ഈ ഒരു കാര്യം ആദ്യമായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ മസാല നല്ല പോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതേ ഒരു പാകമായാൽ പിന്നെ നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളി നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്തിയിട്ടുള്ളത് കൊണ്ട് വളരെ എളുപ്പത്തിലാണ് കറിയിലേക്ക് പുളി പിടിച്ചു കിട്ടുന്നതും. ഇപ്പോൾ നമ്മുടെ കറിയുടെ ചാറ് നല്ല കുറുകിയ പാകത്തിലാണ് ആയി വന്നിട്ടുള്ളത്. ഈ സമയത്തെ കറിയിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള 3 പച്ചമുളക് ചേർക്കാം. അതിനുശേഷം കറി ഒന്ന് തിളച്ചു വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മുളകിട്ട മീൻ കറിക്ക് അധികം ചാറിന്റെ ഒന്നും ആവശ്യമില്ല. മീനിൽ ഗ്രേവി പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകമാണ് നമുക്ക് വേണ്ടതും. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മീൻകറി ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തും അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി കറിയുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി കിട്ടുന്നതിനായിട്ട് നമുക്ക് ചെറിയ തീയിലേക്ക് ഫ്ലെയിം മാറ്റിയതിന് ശേഷം ഒന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. ഇനി ചെറിയ തീയിലിരുന്നു കൊണ്ട് ഒരു 2-3 മിനിറ്റ് നേരം തിളച്ചെന്ന് കുറുകി വരട്ടെ. 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് മൂടി ഒന്ന് തുറന്നുകൂടെ നോക്കാം. ഇപ്പോൾ നമ്മുടെ കറിയുടെ ഗ്രേവി നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പാകമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന മീനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. മീൻ ചേർക്കുമ്പോൾ ഒരു തരി പോലും വെള്ളമില്ലാതെ വേണം ചേർക്കാനായിട്ടും, അല്ലെങ്കിൽ മീൻകറി തിളച്ചു തുടങ്ങുമ്പോഴേക്കും ധാരാളം വെള്ളം എല്ലാം വന്നു തുടങ്ങും. കൊഴുവ മീനാണെങ്കിലോ അധികം വേവില്ലാത്തതുമാണ്. ഓവറായിട്ട് നമുക്ക് മീനൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് താത്തി വെച്ച് കൊടുക്കണം. അതിനുശേഷം കറി ഒന്ന് തിളച്ചു വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കറി
തിളയ്ക്കുന്നത് വരെയും ഫുൾ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റിയിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം വെട്ടി തിളച്ചു തുടങ്ങിയാൽ പിന്നെ ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് മാറ്റാം. ഈ ഒരു സമയത്തും അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ അധികം ശക്തിയായിട്ടൊന്നും ഇളക്കി കൊടുക്കരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ മീൻ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞും പോവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മീനും ചേർത്തിട്ട് നല്ലതുപോലെ വെട്ടി തിളക്കുവാണ്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നേരവും കൂടെ വേവിച്ചെടുക്കാം. 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ മൂടി വെച്ച കറി മൂടി തുറന്നൊന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയിൽ അത്യാവശ്യം ചാറോടുകൂടി തന്നെയാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പാകമായാൽ പിന്നെ അധികം വെട്ടി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പിടി കറിവേപ്പില ഇതുപോലെ ഒന്ന് കീറിയിട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ മൂടിയും കൂടി വെച്ചു കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള കൊഴുവ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു കൊഴുവ മീൻകറി നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കറി ചൂടാറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.